നമസ്കാരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഉടനെ വരും. ഉടനെ പറഞ്ഞാൽ ഒരു 8-10 മാസം ഇനി തെരഞ്ഞെടുപ്പിനുണ്ടെന്നാണ് കണക്കൊക്കെ നോക്കും പറയുന്നത്. അതിന് മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനുണ്ട്. 8-10 മാസത്തിനപ്പുറത്തുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേ സർവേയാണ്. സർവേ എന്ന് പറഞ്ഞാൽ സർവേയോട് സർവേ, സർവത്ര സർവേ എന്നൊക്കെ പറയാം. സോഷ്യൽ മീഡിയ തുറന്നാൽ ആര് ജയിക്കും, ആര് തോക്കും, ആരവിടെ മത്സരിക്കും, ആര് വാഴും, ആര് വീഴും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളമാണ്. പേരറിയാവുന്നതും അറിയാത്തതുമായ സകലമാന ടീമുകളും സർവേയുമായി ഇറങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഇനി എത്രയോ നാളുണ്ടെന്ന് ആലോചിച്ചോണം. ഏതായാലും ഏറ്റവും അവസാനം വന്നൊരു സർവേ, അത് നല്ല തമാശയാണ് കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വോട്ട് വൈബ് എന്ന ഏജൻസി അവരുടെ സർവേ ഫലമാണ് പുറത്തു വന്നത്. സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വമ്പൻ വിജയം നേടും എന്ന് പറയുന്നു. കാരണം അതിനു വേണ്ടിയുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്ന്. സാധാരണഗതിയിൽ ഇത്തരമൊരു സർവേ ഫലം, പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ വരുന്ന ഇത്തരമൊരു സർവേ ഫലം വന്നാൽ അതിനെ കോൺഗ്രസ്സുകാർ കൊണ്ടാഘോഷിക്കേണ്ടതാണ്, കൊണ്ടാടേണ്ടതാണ്. പക്ഷേ ഇത് കൊണ്ടോടുകയാണ്. അവർക്ക് ആർക്കും ഒരു തെളിച്ചമില്ല. ഈ സർവേ ശരിയല്ല എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത്. കാരണമുണ്ട്. അതായത് സർവേ അനുസരിച്ച് UDF കൂടുതൽ സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും, വമ്പൻ വിജയം നേടും എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ആര് എന്ന ചോദ്യത്തിന് കൂടുതൽ പേരും ഉത്തരം നൽകിയിരിക്കുന്നത് ശശി തരൂർ എന്നാണ് പറയുന്നത്. ഒരേ പൂരം. അതായത് VD സച്ചിന് 18%, ശശി തരൂരിന് 25%, അങ്ങനെ അങ്ങനെയാണ് കണക്ക്. പക്ഷേ ഒന്ന് ആലോചിച്ചോണം, ഇവിടെ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് എത്ര പേരാ കിടന്ന് അടികൂടുന്നതെന്ന്. അപ്പോഴതേ വരുന്നു ശശി തരൂരിൻ്റെ പേര്, അതും ദേശീയ സർവേ. ആഹാ, ഇവിടെങ്ങും അല്ല കോമഡി. ഇത് കണ്ടിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് വേറെ ഒരുത്തൻ്റെ സഹായം വേണ്ട എന്ന മട്ടിൽ തരൂർജി അതെടുത്ത് എക്സിൽ പോസ്റ്റ് ചെയ്ത്. പുള്ളിയിൽ എക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതൊരു വല്ലാത്ത എക്സാണ്. അത് എക്സ് അക്കൗണ്ടിലൂടെ ഇങ്ങനെ പറന്ന് കറങ്ങി നടക്കുകയാണ്. വലിയ ആഘോഷമായി, വലിയ വാർത്തയായി. സ്വാഭാവികമായും UDF യോഗത്തിനെത്തിയ നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമല്ലോ. ആദ്യം വരുന്നു പ്രതിപക്ഷ നേതാവ്. ക്യാപ്റ്റൻ വരുമ്പോൾ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാമെന്നായി. അല്ലേ ക്യാപ്റ്റൻ, സർവേ കണ്ടായിരുന്നു, ഗംഭീര റിസൾട്ടാണല്ലോ. പതിവില്ലാത്ത ഗൗരവമാണ് ക്യാപ്റ്റൻ്റെ മുഖത്ത്. സാധാരണ ഇത്തരമൊരു സർവേയും അതിൻ്റെ ഫലമൊക്കെ കണ്ടാൽ ചാടി വീണ് കണ്ടില്ലേ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് ആഞ്ഞടിക്കേണ്ടതാണ്. പക്ഷേ പുള്ളിക്ക് അത്ര വിശ്വാസം പോരാ. കാര്യം എന്താ, തരൂര് തന്നെയാണ്. അതൊന്നും എനിക്കറിയില്ല. സർവേ ഇഷ്ടം പോലെ സർവേകൾ വരുന്നുണ്ട്, ഒരുപാട് സർവേകൾ ഇഷ്ടം പോലെ വരുന്നു. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില്ല, എൻ്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. സതീശൻ പോയി തൊട്ട് പിറകിയതാ വരുന്നു രമേശ് ചെന്നിത്തല, സെക്കൻഡ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല ഈ റിസൾട്ട് കണ്ടായിരുന്നല്ലോ, തരൂരിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെന്നിത്തല മനസ്സിൽ, അല്ല തന്നെ ഇവിടെ ഒരു കസേരയ്ക്ക് വേണ്ടി ഇവിടെ 4-5 പേര് കിടന്ന് അടിവിടുന്നു, ഇതിനിടയ്ക്ക് തരൂര് ആരോടാ അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒറ്റയടി. എല്ലാം BJPയുടെ കൂടാലോചനയാണ്, എല്ലാം BJPയുടെ കൂടാലോചന. ഈ സർവേയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. അല്ല സാറേ, ഇത് UDFന് വമ്പൻ ഭൂരിപക്ഷം, ഒന്നും പറയണ്ട. ഈ സർവേ ഞങ്ങൾക്ക് പിടുത്തമല്ല, ഇത് ശരിയല്ല, ഇതെല്ലാം BJPക്കാരെ കൂടാലോചന എന്ന് പറഞ്ഞ് പുള്ളി സ്കൂട്ടാവുകയാണ്. UDFിലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. തിരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലുള്ള പല പ്രവചനങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങും. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ഈ സർവേകളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ തട്ടിക്കൂട്ട് സർവേകളായിട്ടും പ്രവചനങ്ങളുമായിട്ടും ജ്യോത്സ്യന്മാരുമായിട്ടൊക്കെ ഇറങ്ങാറുണ്ട്. എല്ലാ കാലത്തും ഇറങ്ങാറുള്ളതാണ്. അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജനങ്ങളുടെ പ്രവർത്തിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇതേ വരുന്നു അടുത്ത ആൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ പുള്ളി ഒരു ക്യാപ്റ്റനാണ്, K. മുരളീധരൻ. പുള്ളിയോട് ചോദിച്ചു, മുരളീധരൻ സർവേയുടെ റിസൾട്ട് കണ്ടായിരുന്നോ?
സർവേയുടെ റിസൾട്ട് സർവേ കുഴപ്പമില്ല, സർവേ ഒക്കെ ഉള്ളതാണ്. UDFിൻ്റെ കാര്യം ആണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, UDF ജയിച്ചാൽ അധികാരത്തിൽ വരേണ്ടത് UDFിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. അത് ശരിയാണ്, UDFിൻ്റെ മുഖ്യമന്ത്രിയാണ്. പുള്ളി UDF ആണോ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടെന്ന് ആദ്യം തീരുമാനിക്കട്ടെ. തരൂര് എന്നിട്ടൊക്കെ പോരെന്ന് പറഞ്ഞ് പുള്ളി കോനി അടിച്ചിട്ട് പുള്ളിയുടെ പാട്ടിന് പോയി. UDFിന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, UDFിന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFുകാർ മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല കോൺഗ്രസ്സിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളെ MLAമാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ച് കാര്യം നടക്കും. ഏതായാലും ഒരു സർവേ, അതും ഇത്രയും അനുകൂലമായ ഒരു സർവേ ഫലം വന്നിട്ട് ഒരു സന്തോഷവുമില്ലാതെ കോൺഗ്രസ്സുകാരെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ വാടിക്കരിഞ്ഞ് കണ്ടിട്ടേയില്ല. ഏതായാലും അടി വരും കാലങ്ങളിൽ മൂക്കും എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിനകത്ത് മുരളീധരൻ പറഞ്ഞിടത്താണ് എൻ്റെ ഒരു പോയിൻ്റ് ഉള്ളത്. അതായത് തരൂര് കോൺഗ്രസിൻ്റെ വാതിലിൻ്റെ ഒരു കാലിൻ്റെ വാതിലിൻ്റെ പുറത്തും ഒരു കാല് വാതിലിനകത്തോട്ട് വച്ചേക്കാണ്. നിൽക്കണോ പോണോ എന്ന മട്ടിൽ അദ്ദേഹം ഈ കളി തുടങ്ങിയിട്ട് കാലം കുറയായി. 2017 18 ആണ് പ്രധാനമന്ത്രിക്കെതിരെ കളിയാക്കി അദ്ദേഹം പുസ്തകം എഴുതുന്നത്. ഇപ്പോൾ പുള്ളിയുടെ കട്ടച്ചങ്കാണ്. എവിടെങ്കിലും ഒരു സംഘം പുറപ്പെടണമെങ്കിൽ ആദ്യം തരൂർജി സമയമുണ്ടോ പോകാൻ എന്നാണ് മോദി ചോദിക്കുന്നതെന്നാണ് കഥ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിട്ട സംഘത്തെ നയിച്ചത് തരൂർജിയാണെന്നറിയാമല്ലോ. തരൂർജി വേറൊരു പണി ഇന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദീപിക പത്രത്തിലും പിന്നൊരു ഇംഗ്ലീഷ് മാധ്യമത്തിലും അടിയന്തരാവസ്ഥയെ അച്ചം പൂച്ചം ചീത്ത പറഞ്ഞ് ഒരു ലേഖനം ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയൊക്കെ മുച്ചൂട് വിമർശിച്ച് ലേഖനം എഴുതിയിരിക്കുകയാണ്. ആരാ എഴുതിയേക്കുന്നത്? കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം. കൊല്ലാത്ത പ്രവർത്തനം തന്നിടേ എന്ന് ബാക്കിയുള്ളവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ വിമർശിച്ചിട്ട് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായി ശശി തരൂർ തുടരുന്നു എന്ന കാര്യത്തിൽ അത്ഭുതമുണ്ട്. VD സതീശനോട് ആദ്യം ചോദിക്കുമ്പോൾ പുള്ളി അത് പ്രവർത്തക സമിതി അംഗമാണ്, അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യല്ല, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തക സമിതിയാണ് എന്ന് പറഞ്ഞ് സതീശൻ സ്കൂട്ടാവുകയാണ്. അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ പറയുന്നില്ല. ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയും. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്ത് പറയേണ്ടത്. ഇത് കുറച്ച് നാളായി പുള്ളി ഈ പണി തുടങ്ങിയിട്ട് തരൂർജി കോൺഗ്രസ് ആണെന്ന് പറയുകയും കോൺഗ്രസിനെതിരെ എഴുതുകയും കോൺഗ്രസിനെതിരെ പറയുകയും ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ്സുകാരുടെ പരാതി. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്താക്കിത്താ എന്നാണ് പുള്ളിയുടെ എന്നറിയാവുന്ന കോൺഗ്രസ്സുകാർ കൊന്നുകളഞ്ഞാൽ പുറത്താക്കില്ല. അങ്ങനെ പുറത്താക്കിയാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, അത് വേണ്ട എന്നുള്ള മട്ടിലാണ് കോൺഗ്രസ്സുകാർ. തരൂർജിയാണെങ്കിൽ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എടേ ഇതുകൊണ്ടെങ്കിലും ഒന്ന് വെളിയിലാക്കി താടേ, ഇതെങ്കിലും ഏറ്റെടുത്ത് എന്നു പറഞ്ഞു വിടറേ, അനങ്ങൂല എന്ന മട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം. എത്ര കാലം ഇവർ കള്ളനും പോലീസും കളിക്കും, അല്ലെ എലിയും പുച്ചയും കളിക്കും എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ ദീപിക പത്രത്തിൽ തരൂർജിയുടെ ലേഖനം വന്നിട്ടുണ്ട്. ഏതാണ് ഈ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം. ഇത്രയും പത്രം ഉണ്ടായിട്ടിൽ ദീപികയിൽ എന്ത് വന്നു എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. അവിടെയും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ പാടുപെടുന്ന BJP തരൂർജിയെ ഇനി കോൺഗ്രസിൽ നടത്തി മാറ്റി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ദേശീയ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒരുമിച്ച് തരൂർജിയുടെ കീഴിലാക്കി മറ്റൊരു BJP ആയി ഇനി രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ള സംശയം വരെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തരൂർജിയായിട്ട് ഇതൊന്നും പറയാൻ സാധ്യമല്ല. ഏതായാലും ആഗോള പൗരൻ
ആഗോള പ്രശ്നമായി കോൺഗ്രസ്സിന് മാറിയിരിക്കുകയാണ്. എന്താകുമോ എന്തോ.